ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഡേ ഇൻ ദ ലൈഫ് നിങ്ങളുടെ അടുത്ത് ചെയ്യാമെന്ന്. ഇപ്പോൾ ഇവിടെ സമയം 5:30 ഞാൻ രാവിലെ ഒരു ഹോട്ട് ഡ്രിങ്ക് കുടിക്കുന്നത് എനിക്ക് ശീലം ഉണ്ടായിട്ടല്ല, പക്ഷേ തൊണ്ടയ്ക്കും ജസ്റ്റായിട്ടൊരു ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ രാവിലെ എണീറ്റ് കുറച്ച് ചൂടുവെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നല്ല ഫീലിംഗ് തോന്നുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. എനിക്കിത് പതിവില്ലാത്ത പരിപാടിയാണ്. പിന്നെ അധികം ഒച്ചയിലൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, കാരണം മോനും ഹസ്ബൻഡും ഇപ്പോഴും ഉറങ്ങുവാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ എൻ്റെ സർക്കിൾ ചെക്കും കാര്യങ്ങളും ഒക്കെ കാണിക്കണമെന്ന് വിചാരിച്ചു. കാരണം രാവിലെ ഒരു സ്കൂൾ ബസ് ഡ്രൈവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നത്. സോ ഹോപ്പ്ഫുള്ളി ഇന്നെനിക്കെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് എൻ്റെ ഡേ എങ്ങനെ എൻഡ് ചെയ്യണമെന്ന് നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. സോ ഞാനിനി ഡ്രസ്സ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെയറിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഡിയോഡ്രൻറ്റ്. സോ ഇന്ന് ഇവിടെ -5 ആണ് രാവിലെ ടെമ്പറേച്ചർ. ഫീൽസ് ലൈക്ക് -12 ആണ്. അപ്പം ഞാൻ ഈ കൊളംബിയയുടെ ബോഡി വാർമർ ഇട്ടിട്ടാണ് പിന്നെ ഡ്രസ്സ് ഇടുന്നത്. ഞാനിന്ന് ഇടാൻ പോകുന്ന ഈ ഒരു ഹൈ വേസ്റ്റ് ജീൻസും പിന്നെ ഒരു ജാക്കറ്റുമാണ് ഇതിൻ്റെ ഒപ്പം. എനിക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയ ജാക്കറ്റാണ് ഇത്. മറ്റേ റിഫ്ലക്ടറൊക്കെ ഉള്ള ജാക്കറ്റാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഇരുട്ടത്തല്ലേ പോകും. ഇതാണ് എൻ്റെ വേഷം ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സിമ്പിളായിട്ട് മോയ്സ്ചറൈസർ, ലിപ്സ്, ഐസ് അത്രേ ചെയ്തിട്ടുള്ളൂ. ഇനി പെർഫ്യൂമും കൂടെ അടിക്കും. പെർഫ്യൂം അടിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ 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 പിന്നെ നമ്മുടെ കൈയിൻ്റെ ഇവിടെ, എന്നിട്ട് ഓൾട്ടാണ്. സോ ഇറങ്ങാനുള്ള ടൈമായി. ഇനി ഞാൻ ഹീറ്റ് ഓഫ് ചെയ്ത് ആകെ ഞാൻ ഒരു ലൈറ്റ് മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ ഞാൻ ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്യും. കാരണം 3 മിനിറ്റ് വരുമ്പോഴത്തേക്കും അവർക്ക് എന്തെങ്കിലും ലൈറ്റ് വേണമല്ലോ. അവൻ രാവിലെ എണീക്കും. ഇന്ന് മഞ്ഞ് പെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല ക്യാമറയിൽ. ഇന്ന് നല്ലപോലെ മഞ്ഞ് പെയ്യുന്നുണ്ട്. സോ ബാ, നമുക്ക് പോവാം. വണ്ടി ഓടിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഡാഷ് ക്യാമിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും എനിക്ക് ക്യാമറ പിടിക്കണമെന്ന് ഇഷ്ടമല്ല. ഈ എല്ലാ ദിവസവും വ്ളോഗ് എടുക്കുന്ന ആൾക്കാരെ സംബന്ധിക്കുന്നത് നല്ല പണിയുള്ള പരിപാടിയാട്ടോ. ഇന്ന് ഭാഗ്യത്തിന് അത്രയ്ക്ക് സ്നോ ഒന്നുമില്ല. അപ്പോൾ അത് കാരണം നമുക്ക് വിൻഷീൽഡൊന്നും ക്ലീൻ ചെയ്യണ്ട. പക്ഷേ സ്നോ പെയ്യുന്നുണ്ട്, നല്ല തണുപ്പുമുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇത് ക്ലോസ് ചെയ്യാണ്. ഇനി ഡാഷ് ക്യാമിൽ വീഡിയോസ് ഇടാവേ. ഓക്കെ, Hi, can I please have a medium coffee with 2 sugars? A medium coffee with, sorry? 2 sugars. Sorry, every time you say it, it's kind of a whisper. One more time. A medium coffee with 2 sugars. 2 sugar. Okay, anything else? And a simply sausage on an English muffin. And simply sausage English muffin, is that everything? Yeah, that's okay, all. awesome. It comes to $4.80 at the window. Okay, thank you. Hi, good morning. Visa? Thank you. Thank you. Have a good day. ഡെസ്റ്റിനേഷൻ എത്തി. ഇനി എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തിറങ്ങണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സർക്കിൾ ചെക്ക് കാണിച്ചു തരാവേ. നമുക്ക് എല്ലാം ഒരുമിച്ച് ചെയ്യാം. അതാണല്ലോ ഒരു വ്ളോഗിൻ്റെ ഒരു നൈസ് തിങ്. ഓക്കെ, ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നു.
കുറേ സാധനങ്ങൾ ക്യാരി ചെയ്യാനുണ്ട്. ഇതാണ് ബാഗുണ്ട്, വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ആദ്യമേ വേസ്റ്റ് ബാസ്ക്കറ്റ് കൊണ്ട് വെച്ചിട്ട് വരാം. എൻ്റെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഡസ്റ്റ് ബാഗും എല്ലാം പറന്നുപോയി. ബസ്സിൻ്റെ സൈഡ് മൊത്തം ഐസാണ്. സൂക്ഷിച്ചും കണ്ട് നടന്നില്ലെങ്കിൽ അടിച്ചും തല്ലി വീഴാനുള്ള ചാൻസസ് ഉണ്ട്. മുകളിലത്തെ സൈഡിലത്തേക്ക് ലൈറ്റ് കത്തുന്നുണ്ട്. ഞാൻ ടയറും ഗ്യാസ് ക്യാപ്പും ചെക്ക് ചെയ്തായിരുന്നു. ഇനി എന്താ ഇവിടെ ചെക്ക് ചെയ്യണം. മുകളിലത്തെ ലൈറ്റ് വർക്ക് ചെയ്യണമെന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് സ്റ്റോപ്പ് ആം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ ബാക്കിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളും ചെക്ക് ചെയ്യണം. എല്ലാ ലൈറ്റ്സും വർക്ക് ആവുന്നുണ്ടോ എല്ലാം ചെക്ക് ചെയ്തിട്ട് ബാക്കിലത്തെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് അകത്ത് വല്ല ലീക്സോ ചെയറിൻ്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കണം. കുറച്ച് എക്സ്പെൻസീവ് ആണ് ചെക്ക് എന്ന് പറഞ്ഞാൽ. കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. തണുപ്പത്ത് നിന്ന് ചെയ്യുമ്പോഴത്തേക്കും അത് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ തണുപ്പത്ത് പുറത്തിറങ്ങി നിൽക്കണ്ടേ ഇത്ര നേരം, അതാണ് ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളൂ. ഇനി ബാക്കിയെല്ലാം അകത്താണ്. ഗൈസ്, ഇനി ഞാനുണ്ടല്ലോ ഡോം ലൈറ്റ് ഓഫ് ചെയ്ത് പറയും എൻ്റെ റൂട്ട് പോകാൻ പോവാണെന്നുള്ളത്. എന്നിട്ട് ഞാൻ വണ്ടി ഓടിക്കാൻ പോവാണ്. ഈ ഇരുട്ടത്ത് ഞാൻ ആക്ച്വലി വ്ളോഗ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എൻ്റെ GoPro സെറ്റ് ചെയ്യാം. സോ എൻ്റെ ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞു. ഇനി ഞാൻ ഫ്യൂവൽ ചെയ്യാൻ വന്നേക്കുവാണ്. അപ്പം നമുക്ക് ചൈൽഡ് ചെക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമാണ്, അല്ലെങ്കിൽ നമ്മൾ വാതിൽ തുറക്കുമ്പോഴത്തേക്കും അലാം ബീപ്പ് ചെയ്യും. ഞാൻ ചൈൽഡ് ചെക്ക് ഓൾറെഡി സ്കൂളിൻ്റെ അവിടെ വെച്ച് ചെയ്തായിരുന്നു. ഇത് ജസ്റ്റ് നമ്മൾ വണ്ടി ഓഫ് ചെയ്ത് കാരണം അത് ഓണാവും. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂവൽ ചെയ്യണം. ഫ്യൂവൽ ചെയ്യണമെങ്കിൽ അതിനുള്ള ഗ്യാസ് കാർഡൊക്കെ നമുക്ക് ഓഫീസിൽ നിന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ സെൽഫ് സർവീസ് ആണ്. നമുക്ക് അവിടെ അകത്തിരുന്നിട്ട് ആളോട് പമ്പ് ചെയ്യാൻ പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ തന്നെ ചെയ്യണം. രാവിലെ മഞ്ഞ് പെയ്യുന്നില്ലായിരുന്നു, ഇപ്പം മഞ്ഞ് പെയ്യുന്നുണ്ട്. അതാണ് ഒരു ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ ഒരു സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഗ്യാസ് സ്റ്റേഷനിൽ നമുക്ക് ഈ സാധനമുണ്ട്, നമ്മുടെ മിറർ ക്ലീൻ ചെയ്യാനുള്ള സംഭവം. അപ്പോൾ ബാക്കിൽ മൊത്തം സോൾട്ട് അടിച്ച് കിടക്കുമായിരിക്കും. അപ്പോൾ ഞാനത് പോയി ക്ലീൻ ചെയ്യും. അതാണ് എൻ്റെ പരിപാടി. മൊത്തം കേട്ടോ വൃത്തികേട് ക്ലീൻ ചെയ്യും. അപ്പോൾ നമുക്ക് അകത്തുനിന്ന് കുറച്ചും കൂടെ നല്ലൊരു വിസിബിലിറ്റി ഉണ്ടാവും. മൊത്തം നമ്മൾ സോൾട്ട് ഇടൂല്ലോ മഞ്ഞ് പെയ്യുമ്പോഴത്തേക്കും, ആ സോൾട്ട് വന്ന് കിടക്കണം. വണ്ടി മൊത്തം അതാണ് സോൾട്ട്. കാണിച്ചിടാവേ, കണ്ടോ വണ്ടിയിൽ മൊത്തം ഇങ്ങനെ സോൾട്ട് വന്ന് ഇത് ചെയ്യും. നമ്മൾ റോട്ടിൽ സോൾട്ട് ഇടുമല്ലോ മഞ്ഞിരുക്കാനായിട്ട്, അത് മൊത്തം വണ്ടിയിൽ ഇങ്ങനെ പിടിക്കും. കണ്ടോ ഇവിടെ ഒക്കെ കണ്ടോ. നമ്മൾ ഫ്യൂവൽ ചെയ്ത് കഴിഞ്ഞു. ഇനി വണ്ടി എടുത്ത് ഞാൻ പോകാൻ പോവാണ്. ഞാൻ GoPro ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. പറ്റുവാണെങ്കിൽ സക്സസ്ഫുള്ളി ഞാൻ ബസ് ഓടിക്കണമെങ്കിൽ കാണിച്ചു തരാം. പക്ഷെ കുട്ടികൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പ്രൈവസി പിള്ളേരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ്. പിള്ളേരുടെ പറ്റിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ചെയ്യത്തുമില്ല, അത് വേറെ കാര്യം. സോ അങ്ങനെ ഫസ്റ്റ് റൂട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഇനി ഞാൻ വണ്ടി എടുത്തിട്ട് ആര്യൻ്റെ അമ്മമ്മയുടെ അടുത്ത് നിന്ന് ആക്കുന്നത്. അവന് ഡേ കെയറിൽ വിടുന്നില്ല. അപ്പം നയഗ്ര വരെയും വണ്ടി ഓടിച്ച് പോകണം.